ഇൻസ്പിറേഷൻ ആണോ ഈ കുടകിലേക്ക് നിഷ എത്തിച്ചെന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. ഇതുപോലുള്ള ഇൻസ്പിറേഷൻസ്, അതായത് ഇപ്പൊ കുറച്ച് മുമ്പ് സാറ് പറഞ്ഞതുപോലെ നമ്മൾ പോകുന്നതിന് മുമ്പ് ഒരു ഇദ്ദേഹത്തിന് കണ്ടിട്ട് രമേശ് എപ്പോഴെങ്കിലും ഇങ്ങനെ സാഹസിക യാത്ര ഞാൻ പോയിട്ടില്ല. ഇല്ല, അതുകൊണ്ടല്ല, നമ്മളെ കൊണ്ട് അറിവില്ലാത്തൊരു കാര്യം ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഒരുപാട് പേര് ഇപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ സർക്കാർ കേൾക്കുമ്പോ അങ്ങനെ സൂചിക്കത്തില്ല അല്ലേ? സൂചിക്കുമ്പോഴല്ല ഇത്. കാരണം വെച്ചാൽ ഇപ്പൊ നിഷ തന്നെ അവിടെ പോയി 4 ദിവസം അവിടെ തങ്ങിയെന്നാണ് പറയുന്നത്. പൂർണ്ണ ആരോഗ്യവതിയാണ്. മിന്നാമിനിങ്ങനെ കാണാൻ പോയതാണെന്ന് ലാസ്റ്റ് കണ്ട സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അവിടുന്ന് അരുവിന്ന് പേര് അത് ആലോചിച്ചോണം. ഒരു പൂച്ചയ്ക്കും പട്ടിക്കും ഉള്ള വിവേകം പോലും ഇതിനൊന്നും ഇല്ലെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം നമുക്കറിയാലോ, ഒരു പൂച്ചയും പട്ടിയും എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് തിരിച്ചെത്തും. ഈ കാടും മേടും താണ്ടാൻ പോകുന്നവർക്ക് അതിനെക്കുറിച്ച് യാതൊരുവിധ ബോധ്യം ഇല്ലാതെ പോകും. ഇവിടെ നേരത്തെ സാറ് പറഞ്ഞു അദ്ദേഹത്തിന് അവിടെ സൈബീരിയയിൽ എന്തോ ഒരു സംഭവം കണ്ട് ഇഷ്ടപ്പെട്ടു. കുറച്ച് ആൾക്കാരെ കൊണ്ട് ഇവിടുത്തെ അത് കാണാൻ വേണ്ടി കുറച്ച് പേരെ കൂടെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ തീരുമാനിച്ചു. അപ്പൊ അവർക്ക് ഇതിനെക്കുറിച്ച് അവിടുത്തെ ചാടലും ഒറ്റയ്ക്ക് പോകണമെന്ന് തീരുമാനിച്ചു. അത് തന്നെ. അപ്പൊ കുറച്ച് പേരെ കൂടെ കൊണ്ടുപോയി ചാടിക്കരുത്. ഇതുപോലുള്ള ഇൻസ്പിറേഷൻസുകൾ അതൊരു വലിയ ആപത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. കൃത്യമായ ട്രെയിനിങ് കൊടുക്കണം, കൃത്യമായ അറിവ് വേണം. മറുപടി പറയട്ടെ. കൃത്യമായ ട്രെയിനിങ്, കൃത്യമായിട്ടുള്ള ഒരു സംവിധാനം ഇല്ല. നമ്മൾ പോയി കഴിഞ്ഞാൽ അപകടത്തിൽപ്പെടും എന്നുള്ളത് കറക്റ്റാണ്. ഞാൻ മൗണ്ടനറിംഗ് സ്റ്റാർട്ട് ചെയ്ത് മൗണ്ടനറിംഗ് ബേസിക് കോഴ്സ്, അഡ്വാൻസ് കോഴ്സ്, സെർച്ച് ആൻഡ് റെസ്ക്യൂ കോഴ്സ് ഒക്കെ പഠിച്ചിട്ടാണ് ഞാൻ ഇതിനകത്ത് ഇറങ്ങിയത്. എന്നാലും അപകടം വരാം. ഇദ്ദേഹം പറഞ്ഞ പോലെ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ ഈ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാം. എങ്ങനെ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാന്നുള്ള കാര്യം അറിയേണ്ട. എല്ലാം പഠിച്ചിട്ട് തന്നെ പോകണം. പഠിക്കാതെ പോയി കഴിഞ്ഞാൽ നിഷ പോയതുപോലെയുള്ള നിഷ മാത്രമാണോ? ഇവിടെ തന്നെ ബൈക്ക് റേസിംഗിന്റെ കാര്യത്തിൽ നമുക്കറിയാം. ഇപ്പം മാഡം ആകാശവാണി പോയിട്ട് 80 മുതൽ 100 വരെ പോകുന്നു പറഞ്ഞു. ഒരു സോളോ ആകാശവാണി പോയിട്ടല്ല, പുറത്ത് അനൗൺസ്മെന്റ് ആണ്. അല്ല, അത് തന്നെ അദ്ദേഹം യാത്ര പോകുന്നു. ഈ 2 വീലറുമായിട്ടാണ് യാത്ര പോകുന്നത്. പക്ഷെ ഇത് കണ്ടിട്ട് വേറെ ചില ഇപ്പൊ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 620 കിലോമീറ്റർ ഈ ദൂരപരിധിയുള്ളിടത്ത് റോഡുകളുടെ അവസ്ഥ അറിയാം. 2 കോടി വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോഴത്തെ ട്രയാംഫ്, അതുപോലെ തന്നെ ഹിമാലയയുടെ എന്തോ എൻഫീൽഡ്, കവാസാക്കി, ഹയാബുസ ഇതുപോലുള്ള ബൈക്കുകളുമായിട്ട് ഭ്രാന്ത് പിടിച്ച പോക്കാണ് ഈ പിള്ളേർ പോകുന്നത്. ഇതിനെയൊന്നും നിയന്ത്രിക്കാൻ ഒരു സംവിധാനമില്ല. ഇവരെല്ലാം ഇപ്പൊ ഒരു 50 വാഹനങ്ങൾ കിടന്നാലും ഇവർ അതിനിടെ കൂടെ വെട്ടിച്ചോണ്ട് പോക്കളായി. ഒരു മര്യാദയും കാണിക്കത്തില്ല.